മൊബൈലിൽ നമ്മൾ കാണുന്നതും എന്നാൽ ജീവിതത്തിലേക്ക് എടുക്കേണ്ടാത്തതുമായിട്ടുള്ള ചില കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈയിടെ ഒരു ആർട്ടിക്കിൾ വായിച്ചിരുന്നു. അപ്പോഴെനിക്ക് തോന്നി അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. നമ്മളിൽ പലരും കൂടുതൽ സമയം ചെയ്യുന്നത് ഈ മൊബൈലിലുള്ള റീൽസ്, വീഡിയോസ്, സീരിയൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുകയാണ്. കാണുന്നത് കൊണ്ടൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ ജീവിത നൈരാശ്യങ്ങളുടെ പിടിയിലകപ്പെട്ടവര് ഇത്തരം വീഡിയോകൾ കാണുമ്പോൾ അതിലുള്ള ചില ആശയങ്ങളെയും കഥകളെയും ഉള്ളിലേറ്റാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഡോക്ടേഴ്സ് അല്ലാത്തവർ ചെയ്യുന്ന ചില വീഡിയോയിലൂടെ രോഗലക്ഷണങ്ങളൊക്കെ പറയുന്നവരുണ്ട്. ഇതെല്ലാം അവരുടെ വീഡിയോ കാണുന്നതിന് വേണ്ടി മാത്രമാണെന്ന് മനസ്സിലാക്കുക. പക്ഷേ ആ രോഗലക്ഷണങ്ങൾ പറയുന്നത് കേട്ട് ആ രോഗം എനിക്കുണ്ട് എന്ന് വെറുതെ വേവലാതിപ്പെടുന്നവരുണ്ട്, ഇല്ലേ? മക്കളുടെയോ മരുമക്കളുടെയോ ദുഷ്ടതകൾ വിവരിക്കുന്ന സീരിയലുകൾ കണ്ടിട്ട് നമുക്കും അങ്ങനെ സംഭവിക്കുമോ? നമ്മുടെ മകളും മകനും മരുമകനും മരുമകളും ഒക്കെ അങ്ങനെ ദുഷ്ടത ചെയ്യോ? ഇങ്ങനെ ചിന്തിക്കുന്നവർ ഒരുപാടുണ്ട്. ഒരു വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് സംശയാലുക്കളാകുന്ന ഭർത്താക്കന്മാരും ഭാര്യമാരും ഉണ്ട്. ഇത്തരം സീരിയലുകളിൽ കണ്ടിട്ടുണ്ടോ? പീഡിതരും ദുഃഖിതരായ വയസ്സായവരും ഒക്കെ ആയിരിക്കും ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ടാവുക. ഇതൊക്കെ ടച്ചിങ് ആയിട്ട് നമുക്ക് തോന്നും. ഒരു കാര്യം കണ്ടിട്ട് ടച്ചിങ് ആയി തോന്നുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത്തരം സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങളെല്ലാം കഥയും വിനോദങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതുമാണെന്ന് മാത്രം മനസ്സിലാക്കുക. സ്ക്രീനിൽ കാണുന്നതിനെ വ്യക്തിപരമായ അനുഭവങ്ങളുമായിട്ട് കോർത്തിണക്കാതിരിക്കുക. അതെല്ലാം കൂടുതൽ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടും വ്യൂസും ലൈക്കും കമൻറ്റും കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ആയിരിക്കില്ല, അങ്ങനെയൊന്നും ആവുകയുമില്ല. അതുപോലെയുള്ള ചില കാര്യങ്ങളാണ് ഈ മരുന്ന്, മന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് പല വീഡിയോകളും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജ്യോതിഷം, ഇന്ന ദിവസം ഇന്നത് ചെയ്താൽ വിജയിക്കും, ഇന്ന കാര്യങ്ങൾ ചെയ്തു വെക്കുക, ഇങ്ങനെയുള്ളതിലൊന്നും പോയി പെടല്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള നല്ലൊരു അസ്ട്രോളജറെ കാണുക, നല്ലൊരു ഡോക്ടറിനെ കാണുക, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള നല്ല അറിവുള്ള പരിചയമുള്ള വൈദ്യന്മാരെ കാണുക. അതല്ലാതെ ഇങ്ങനെ വീഡിയോയിൽ കാണുന്നതൊന്നും വിശ്വസിക്കല്ലേ. എന്നാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങളുണ്ട്, അത് നമുക്ക് എടുക്കാവുന്നതാണ്. അതിനപ്പുറം ഞാൻ നാളെ വന്നിട്ട് തലവേദനയ്ക്ക് ഇങ്ങനെ ചെയ്യൂ, മുടി കൊഴിച്ചിലിന് ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കുക. ഇവന് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഇവൻ ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആണോ എന്നുള്ളതെല്ലാം മനസ്സിലാക്കുക. അതുപോലെ പല റീൽസിലും കാണുന്ന കാമുക പ്രശ്നങ്ങൾ, ഭാര്യ ഭർത്താവ് പ്രശ്നങ്ങൾ, അമ്മായിയമ്മ മരുമക്കൾ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഫണ്ണി വീഡിയോസ് ആയിട്ട് അല്ലെങ്കിൽ തമാശ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അത് കാണുക, വിടുക. അതിനെ ഒരിക്കലും നമ്മളുടെ റിലേഷൻസുമായിട്ടോ നമ്മളുടെ വീട്ടിലുള്ളവരെ പറ്റിയോ അവരിങ്ങനെ പെരുമാറുമോ എന്നുള്ള സംശയങ്ങളും ആശങ്കയൊന്നും മനസ്സിൽ കൊണ്ടുവരാതിരിക്കുക. ഒരുപാട് പേര് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയി പെടുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കായിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. ഒരിക്കലും ഇതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കോർത്തിണക്കാതിരിക്കുക. ഓക്കെ.